ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ നേട്ടം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാനായി സാധിക്കും, അത് ഇസ്രായേലിനാണ് എന്നുള്ളത്. ഇസ്രായേൽ വളരെ കാലമായി ഖമനേയിയുടെ മരണം ആഗ്രഹിക്കുന്നു. അത് നടന്നു. മത നേതൃത്വം അവിടെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ഖമനേയിയെ ഇസ്രായേൽ കൊന്നു കഴിവേറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിന് വളരെ കാലമായി ലബനനിൽ വലിയ ഒരു ഹോൾഡ് വേണമായിരുന്നു. ലബനൻ സൈന്യം ഇപ്പോൾ സമ്പൂർണ്ണമായി ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേലിന് ലബനനിൽ ശക്തമായിട്ടുള്ള ഒരു പിടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഗസയ്ക്കും ഫലസ്തീനും ശേഷം ഇപ്പോൾ ലബനനാണ് ഇസ്രായേൽ പിടിമുറുക്കിയിരിക്കുന്ന മറ്റൊരു രാജ്യം എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ ലബനനിൽ സൈനിക പിടി ശക്തിപ്പെടുത്തി. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം തെക്കൻ ലബനിലെ തന്ത്രപരമായി പ്രധാനപ്പെട്ട 2 നഗരങ്ങളായിട്ടുള്ള റമീഷിൽ നിന്നും അയ്യൻ എബലിൽ നിന്നും ലബനൻ സൈന്യത്തെ പിൻവലിച്ചിരിക്കുകയാണ്. ഏകദേശം 1 മാസത്തെ പോരാട്ടത്തിന് ശേഷം ലബനൻ സൈന്യത്തിന്റെ ഈ പിൻവാങ്ങൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് ഒരു വലിയ ആശ്വാസവും സൂചനയുമായി മാറിയിരിക്കുകയാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ലബനന്റെ ഔദ്യോഗിക സൈന്യം ഹിസ്ബുള്ളയേക്കാൾ വിഭവങ്ങളുടെ കാര്യത്തിൽ വളരെ ദുർബലമാണ്. ഇസ്രായേലിന്റെ ആധുനിക ആയുധങ്ങളെയും വ്യോമസേനയും നേരിടാൻ അവർക്ക് കഴിയില്ല. ഈ നഗരങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് ഇസ്രായേലിന് ലബനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുതരം തുറന്ന ക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ തടയാൻ തെക്കൻ ലബനനിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ലബനൻ സൈന്യത്തിന്റെ പിൻവാങ്ങലോടെ ഇസ്രായേലി ടാങ്കുകളും ഹിസ്ബുള്ള പോരാളികളും ഈ പ്രദേശത്ത് മുഖാമുഖം വന്നേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഗസയ്ക്കും ഇറാനും ശേഷം ഇപ്പോൾ ഇസ്രായേലിന് ലബനനിലും ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇസ്രായേൽ ലഭിച്ച ഒരു വലിയ സൈനിക വിജയമാണ് ഈ സംഭവ വികാസം. ഗാസയ്ക്കും ഇറാനും ശേഷം ഇസ്രായേൽ ഇപ്പോൾ ലബനനിൽ കുറഞ്ഞ പരിശ്രമത്തിൽ ഒരു വഴി കണ്ടെത്തുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ലബനൻ ഭരണകൂടം തയ്യാറായേക്കില്ല. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഗാസയ്ക്കും ഇറാനും ശേഷം ഇസ്രായേൽ ഇപ്പോൾ ലബനനിൽ വലിയ വിജയം നേടുകയാണ്. കൂടുതൽ നാശനഷ്ടങ്ങൾ സഹിക്കാൻ ലബനൻ ഭരണകൂടം തയ്യാറാകില്ല. അതുകൊണ്ടാണ് സൈന്യത്തെ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത്. എന്നിരുന്നാലും സൈന്യത്തിന്റെ പിൻവലിക്കൽ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരിൽ വളരെയധികം അസ്വസ്ഥതകളും സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.